കണ്ടല്ലോ, പരിപ്പൊന്നും വെന്ത പരിപ്പല്ല കേട്ടോ, ഇത് ജസ്റ്റ് കഴുകി വെച്ചിട്ടുള്ള പരിപ്പാണ്. ഈ പരിപ്പാണ് നമ്മൾ ഇതിലേക്ക് കൂട്ടിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത്. നമുക്ക് ഇത് ഇനി തുറന്നു കഴിഞ്ഞാൽ കറിയാണ്. അപ്പൊ നമുക്ക് 4 വിസിലിന് വേണ്ടി കാത്തിരിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറി, അത്ഭുത കറി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ഇനി തുറക്കാൻ പോവാണ്. ഇതിൽ ആവി ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ആവിയൊന്നുമില്ല, ഒക്കെ ക്ലീനാണ്, പക്കയാണ്. ഇത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്ന് നമുക്ക് നോക്കി നോക്കാം. നമസ്കാരം, രുചി വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കറി വീഡിയോ ആണ്. കുക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പരിപ്പ് ഒരു വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കുകയാണ്. പക്ഷെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയാണ്, എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു രീതിയാണ്. ഇത് ഇങ്ങനെ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ആ കറി ഒന്ന് വെച്ചൊന്ന് നോക്കാം. ഒരു പരീക്ഷണമാണ്, ഒരു യൂട്യൂബറും ഇന്നേ വരെ ചെയ്യാത്ത ഒരു സാധനമാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്, നമ്മൾ ചെയ്തിട്ട് സക്സസ്ഫുള്ളായി എന്ന് മനസ്സിലായത് കൊണ്ടാണ് അത് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് അതിന്റെ കാര്യങ്ങളിലേക്ക് പോവാം. ആരും ഇന്നേ വരെ ചെയ്യാത്ത ഒരു യൂട്യൂബ് വീഡിയോ ആണ്, ഒരു യൂട്യൂബ് പരിപ്പ് കറി വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആരും ഇന്നേ വരെ ചെയ്തിട്ടില്ല. ടേസ്റ്റ് ഇതിന് കുറച്ചും കൂടി കൂടാനുള്ള ചാൻസേ ഉള്ളൂ, കുറയാനുള്ള ചാൻസ് എന്തായാലും ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്. കുക്കർ ചൂടായതിനു ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുകിടുക. നമ്മൾ പരിപ്പ് കറി വെക്കാൻ പോകുന്ന ആദ്യത്തെ സ്റ്റെപ്പാണെന്ന് പറയുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് കടുകിടുക. ആദ്യം കടുകൊന്ന് പൊട്ടിയൊന്ന് ചൂടായോ എന്നൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് പരീക്ഷിക്കാം. യെസ്, ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്, നമുക്ക് അതിനുള്ള സിഗ്നലുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കടുകിടാം. കടുകിട്ടിട്ടുണ്ട്. കടുകിട്ട് കഴിഞ്ഞാൽ കുറച്ചേരം മാറി നിന്നില്ലെങ്കിൽ ഇതിന്റെ പണി കിട്ടും. കടുക് ഇട്ടതെല്ലാം പൊട്ടി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, കടുക് ശരിക്കും പൊട്ടണം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൈപ്പുരസം വരുന്നതാണ് പറയാ. നമുക്കറിയില്ല, നമ്മൾ കറക്റ്റായിട്ട് പൊട്ടിക്കാറുണ്ട്, കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സവോള, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സവോള. സവോള നമ്മൾ അതിലേക്ക് ഇടാം. കണ്ടിട്ടു ഈ സവാള പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ്, എല്ലാവരും പറയാറുള്ള ഐഡിയ ആണ്. അത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയുന്നത്. ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള വാടുന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ സവാളയിൽ ഉപ്പിടുന്നു. ഈ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും പിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്നാവട്ടെ. ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എസൻസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് പിടിക്കും. ഇപ്പം ഏകദേശം വാടി ഒരു ലെവലായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കണത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇടാം, ജിഞ്ചർ പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജിഞ്ചർ പേസ്റ്റ് ഇടാം. അത് നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് മുളക് പൊടിയും ഒപ്പം തന്നെ വേറെന്താ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ആദ്യം ഇത്രയും ചേർക്കുന്നുള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ നമുക്കത് ചേർക്കാം. മുളക് പൊടി ആവശ്യാനുസരണം, പിന്നെ ടീസ്പൂൺ അളവ്, മറ്റേ അളവൊന്നുമില്ല, നമ്മുടെ കൈയളവാണ് മെയിനായിട്ടുള്ളത്. അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ ആവശ്യാനുസരണം. ഇതിട്ടൊന്ന് ഇളക്കുക. ഇളക്കി കഴിയുമ്പോൾ ഒന്ന് മൂത്ത് വരുന്ന ഒരു സ്മെല്ലൊക്കെ കയറി വരും. സാധനം പക്കയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ കൂട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ സെറ്റായി വരുന്നുണ്ട്, കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പൊ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കഴുകി വെച്ചിട്ടുള്ള പരിപ്പ്, ഒരു 3-4 തവണ കഴുകി വെച്ചിട്ടുള്ള പരിപ്പും ആ വെള്ളവും കൂടി, ആ വെള്ളം മാറ്റിയിട്ട് പുതിയ വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. ഈ വെള്ളം അടക്കം നമ്മൾ പരിപ്പിലേക്ക് ഇടാനാണ് പോകുന്നത്. അപ്പൊ നമ്മള് പരിപ്പിലേക്കല്ല ഇടാം, നമ്മുടെ മറ്റേ കൂട്ടിലേക്ക് നമ്മൾ ഇടാനാണ് പോകുന്നത്. അപ്പൊ നമ്മൾ അതിൽ ഇടാൻ പോവാണ്. കണ്ടല്ലോ, പരിപ്പൊന്നും വെന്ത പരിപ്പല്ല കേട്ടോ, ഇത് ജസ്റ്റ് കഴുകി വെച്ചിട്ടുള്ള പരിപ്പാണ്. ഈ പരിപ്പാണ് നമ്മൾ ഇതിലേക്ക് കൂട്ടിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത്.
നമ്മളിത് ഇട്ടു. ഇതൊന്നും ഇനി ഇതിന് വേറെ പണിയൊന്നുമില്ല, സിമ്പിള് പണിയാണ്. ഇതിപ്പോ കറിയായി. ഈ സംഭവം ഇപ്പൊ ഉണ്ടല്ലോ, ഇതിപ്പോ കറിയായി. നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒന്ന് എടുത്ത് ഉപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് കറക്റ്റ് ആണോ നോക്കുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് കറക്റ്റ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് എടുത്തിടുക. യെസ്, കുറച്ചും കൂടി ഉപ്പ് എടുത്തിടുക. അതിട്ടിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല, ഇത് കൂട്ടി വെക്കുക. അതായത് നമ്മൾ തീ കുറച്ച് കൂട്ടി വെക്കുക. നമ്മുടെ ഈ സാധനം എടുത്ത് അടച്ചു വെക്കുക. യെസ്, ഇനി ഒരു 4 അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 സൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറി റെഡി ആയി. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പരിപ്പ് കറി വെക്കുമ്പോൾ ആദ്യം പരിപ്പ് വേവിക്കണം, അത് കഴിഞ്ഞ് കാച്ചണം. അതൊക്കെ നമുക്ക് വലിയ പണികളാണ്. അതായത് ഇത് സിമ്പിളാണ്. നമുക്കിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചോറ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇനി തുറന്നു കഴിഞ്ഞാൽ കറിയാണ്. അപ്പൊ നമുക്ക് 4 വിസലിന് വേണ്ടി കാത്തിരിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറി, അത്ഭുത കറി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആരും യൂട്യൂബിൽ ഇന്നേവരെ ചെയ്യാത്ത കറിയാണ്. പരിപ്പ് കറിയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇത്തരത്തിലൊരു ടൈപ്പിൽ ആരും ചെയ്തിട്ടുണ്ടാവില്ല. ഈ രീതിയിൽ കറി വെക്കുന്നതിന്റെ ഏറ്റവും പ്രധാന ഗുണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എരിവും ഉപ്പൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ പരിപ്പിലും ഇൻക്ലൂഡ് ആവും, ആ വെള്ളത്തിലും ഇൻക്ലൂഡ് ആവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് കുറച്ചും കൂടി കൂടും എന്നാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം 4 വട്ടം അടിക്കട്ടെ. അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മുടെ പരിപ്പ് കറി, വെറൈറ്റി രീതിയിൽ വെക്കുന്ന പരിപ്പ് കറി. ഓക്കെ, യെസ്. അപ്പോ 4 വട്ടം അടിച്ചിട്ടുണ്ട്. 4 വട്ടം നമ്മുടെ വിസിൽ വന്നു. ഇനി നമ്മളെന്ത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളത് ഓഫാക്കി വെക്കുക. ഓഫാക്കി വെച്ചിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ആ ആവി പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിയായി. പിന്നെ നമ്മൾ ഒന്നും നോക്കാനില്ല, ചോറ് എടുക്കുക, കറി കൂട്ടി കിടക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിനി ഇത് ആവാനുള്ള ഒരു കാത്തിരിപ്പ്, അതിന്റെ ഉള്ളിലത്തെ ചൂടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിന്റെ ഉള്ളിലത്തെ ആവി പോകാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് മാത്രം ചെയ്താൽ മതി. അത് ആവി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാം എന്നാണ് വിചാരിക്കുന്നത്. യെസ്, അപ്പൊ അങ്ങനെ 4 അടികൾ കഴിഞ്ഞു. 4 അടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഓൾമോസ്റ്റ് ഒക്കെ ആയിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തു. ഇതിന്റെ ഉള്ളിലുള്ള ആവിയൊക്കെ ഒന്ന് റെഡിയായി, ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരുന്നു. അപ്പൊ അതെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി തുറക്കാൻ പോവാണ്. ഇതിൽ ആവി ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ആവിയൊന്നുമില്ല, അപ്പൊ ക്ലീനാണ്, പക്കയാണ്. ഇത് നമുക്ക് തുറക്കുക. തുറന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്ന് നോക്കി നോക്കാം. പരിപ്പ് കറി, പരിപ്പ് കറി, പരിപ്പ് കറി സൂപ്പർ ആയിട്ടുണ്ട്. കണ്ടില്ലേ, വേറെ ഒന്നും നോക്കാനില്ല, പക്കാ ടേസ്റ്റ് ആണ്. ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. ജസ്റ്റ് പക്കയാണ്. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്. ആ ഉപ്പും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വേറൊരു പ്രശ്നവും പ്രഥമ ദൃഷ്ടിയാൽ എനിക്ക് കാണുന്നില്ല. നമുക്കൊരു പരീക്ഷണാവസ്ഥ കൊണ്ട് ക്യാമറ പിടിച്ചിരിക്കുന്ന ആൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. കണ്ടില്ലേ, കറി കണ്ടില്ലേ, കറക്റ്റ് പക്ക പരിപ്പ് കറി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, പക്കയാണോ? യെസ്. ഇനി ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബ്രദറിൻ്റെ കൊടുക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ആണ് ബ്രദറെ, കം ഓൺ മാൻ, ഒന്ന് ഊതിക്കുകയാണെങ്കിൽ. ഹൗസ് ഇറ്റ് മാൻ? വെരി നൈസ്, അടിപൊളിയില്ലേ? സൂപ്പർ. അപ്പൊ ഈ ഒരു സംഭവമാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ചോറിൽ കൂട്ട പടക്കെ കഴിക്കുക, ഇത്രേ ഉള്ളൂ. സംഭവം പക്കയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. എന്താ പറയാ, പരിപ്പില് നമ്മുടെ ഉപ്പും മുളകും ഒക്കെ പക്കയായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി വേറെ ഒന്നും നോക്കാനില്ല, ഫുഡ് എടുക്കുക, കഴിക്കുക. ഇത് നമ്മൾ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം നമ്മൾ 1-2 സുഹൃത്തുക്കളോട് നമ്മൾ വീഡിയോ ഈ രീതിയിൽ ഫുഡ് ഉണ്ടാക്കണതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതൊന്നും വിശ്വാസമായില്ല. അപ്പോൾ അവർ പറഞ്ഞു അന്നൊരു വീഡിയോ ഒന്ന് ചെയ്തതെന്ന് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്പിറേഷനിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുണ്ട്, നിങ്ങളിത് കാണാത്ത കാഴ്ചയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. ഒരുപാട് വീഡിയോസ് ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല. അതൊരു വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളത് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മളുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.
എല്ലാവരും പരിപ്പ് കറി കഴിക്കുക, എല്ലാവരും അടിപൊളിയിൽ ഫുഡ് അടിക്കുക. ഓക്കെ ബൈ, താങ്ക് യു, ബൈ, സീ യു.